ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പ്രകാശൻ്റെ അമ്മയോട് വക്കീൽ പറയാണ്, പെൺകുട്ടികളെ വെറുക്കുന്ന ഒരാളാണ് 2 സ്ത്രീകളെ വിവാഹം കഴിച്ച് ഒഴിവാക്കിയതും ഇപ്പം മൂന്നാമതൊരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ പോകുന്നതും. അയാളുടെ സ്വഭാവത്തിന് ഒരു കല്യാണം പോലും കഴിക്കേണ്ടതല്ല. ആ സ്ഥാനത്താണ് അധികമാരും ചെയ്യാത്ത പ്രവൃത്തി അയാൾ ചെയ്തിരിക്കുന്നത്. ശരി, ഭാനുമതി അമ്മയ്ക്ക് പോകാം. ഭാനുമതി അമ്മ ജഡ്ജിയുടെയും വക്കീലിൻ്റെ ഒക്കെ മുമ്പിൽ കൈകൂപ്പി അതിനുശേഷം പോട്ടെ സാർ എന്നും പറഞ്ഞ് ഇറങ്ങാണ്. നേരെ പ്രകാശൻ്റെ അടുത്തേക്ക് പോയി വക്കീൽ. എന്നിട്ട് പറയാണ്, ആൺകുട്ടികളെ വലിയ ഇഷ്ടമാണല്ലേ. പ്രകാശൻ്റെ മോൻ രാജകുമാരനാണെന്നും നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരനാണെന്ന് ഒക്കെയാണല്ലോ പറയുന്നത്. നല്ല പയ്യനാണ് സാറേ, കുടുംബം നോക്കുന്നവനാ. പ്രസവിച്ച അമ്മയെ നോക്കുന്നുണ്ടോ? അപ്പോൾ വക്കീലിൻ്റെ ചോദ്യം. പ്രകാശൻ അപ്പോൾ ഒന്ന് ഞെട്ടി. അപ്പോൾ വക്കീൽ വീണ്ടും ചോദിക്കുകയാണ്, നൊന്തു പ്രസവിച്ച അമ്മയെ അവൻ നോക്കുന്നുണ്ടോ എന്നാണ് ചോദിച്ചത്. സാറേ, അവരെയൊക്കെ നോക്കാൻ രണ്ടാമത്തെ മോളും മരുമോനുണ്ട് സാറേ. തൻ്റെ രണ്ടാമത്തെ മോള് എന്ന് പറയുമ്പോൾ തൻ്റെ ആരാ? അച്ഛനെ പടിയടച്ച് പിണ്ടം വെച്ച മോളെ അങ്ങനെ സ്വന്തം മോളായിട്ട് കാണാൻ പറ്റുമോ സാറേ? സാറേ, കഴിഞ്ഞ കുടുംബ കോടതിയിൽ പ്രകാശൻ തൻ്റെ ഭാര്യയോടും മകളോടും കാട്ടിയ ക്രൂരത, പ്രത്യേകിച്ചും സംസാരശേഷിയില്ലാതിരുന്ന തൻ്റെ മകൾ കല്യാണിയെ സമാനതകളില്ലാത്ത നന്ദികേടും നെറുകേടുമാണ് ആ രണ്ടാമത്തെ മകളോട് പ്രകാശൻ കാട്ടിയത്. ആ കാര്യമൊക്കെ കോടതിയിൽ ഒരുപാട് തവണ ചർച്ച ചെയ്തതാണ്. ബഹുമാനപ്പെട്ട കോടതിക്ക് മുമ്പാകെ അത്തരം സംഗതികൾ അക്കം വിട്ട് നിരത്തി സമർപ്പിച്ചിട്ടുണ്ട്. പ്രകാശൻ പറയുന്നു, പ്രകാശൻ്റെ മോൻ കുടുംബം നോക്കുന്നവനാണ്, അച്ഛനെ നോക്കുന്നവനാണ് എന്ന്. അയാൾ ഇതിനു മുമ്പ് ജയിലിൽ കളഞ്ഞിട്ടുണ്ടോ? പ്രകാശനോട് വക്കീൽ ചോദിക്കുക. സാറേ, എൻ്റെ മോനെ അങ്ങനെ കള്ളക്കേസിൽ കുടുക്കിയത് കൊണ്ടാണ് സാറേ. തനിക്ക് രണ്ടാമതൊരു ഭാര്യ ഉണ്ടാകുന്നതിന് മുമ്പ് ലക്ഷ്മി എന്നു പേരുള്ള ഭാര്യ ഉണ്ടായിരുന്നു അല്ലേ? അത് മറച്ചു വെച്ചാണ് താൻ ദീപയെ ഭാര്യയാക്കിയത്. തൻ്റെ അമ്മ അത് സമ്മതിച്ചിട്ടുണ്ട്. നിങ്ങൾ തമ്മിൽ പിരിയാനുള്ള കാരണവും പറഞ്ഞു. അതിന് താനും സമ്മതിക്കുമോ എന്നറിയണ്ടേ? സാറേ, എൻ്റെ അമ്മ പറഞ്ഞതൊക്കെ സത്യമാണ് സാറേ. ആദ്യ ഭാര്യയെ ഒഴിവാക്കാതെ രണ്ടാമതൊരു കല്യാണം കഴിക്കുന്നത് ക്രിമിനൽ കുറ്റമാണെന്ന് തനിക്കറിയില്ലേ? സാറേ, എൻ്റെ ആദ്യത്തെ ഭാര്യ എന്നെ മുഴുവനായിട്ട് വിട്ടുകളഞ്ഞു എന്നറിയിട്ടാണ് സാറേ ഞാൻ രണ്ടാമത് വിവാഹം കഴിച്ചത്. ആദ്യ ബന്ധത്തിൽ തനിക്കൊരു പെൺകുഞ്ഞില്ലേ? ഉണ്ട് സാറേ. അതിപ്പോൾ എവിടെയുണ്ടെന്നറിയോ? അതാ താനൊന്നും പറയാത്തേ. ആകാംക്ഷയോടെ നോക്കുകയാണ് ലക്ഷ്മി ഇതൊക്കെ പറയുന്നത് കേട്ടിട്ട്. അപ്പോഴാണ് പ്രകാശൻ പറയുന്നത്, അറിയില്ല സാർ. ഭാര്യ പ്രശ്നക്കാരിയാണെന്നാണ് പ്രകാശനും അമ്മയും പറയുന്നത്. എങ്കിലും അവരിൽ തനിക്ക് ജനിച്ച മകളെ തനിക്ക് ഒരിക്കലെങ്കിലും കാണണമെന്ന് തോന്നിയിട്ടുണ്ടോ? പെൺമക്കളെ ഇഷ്ടമല്ലെന്ന് അറിയുന്ന താൻ തൻ്റെ ആദ്യ ഭാര്യ ലക്ഷ്മിയിൽ നിന്നും ജനിച്ചത് പെൺകുഞ്ഞാണെന്ന് അറിഞ്ഞ നിമിഷം അതിനെ ഓടയിൽ തള്ളിയിട്ട് പെൺകുഞ്ഞായതുകൊണ്ട് നിങ്ങൾ അമ്മയും മകനും നാടുവിട്ടതല്ലേ? സാറേ, ഇതിനൊക്കെ മറുപടി എൻ്റെ അമ്മ പറഞ്ഞു കഴിഞ്ഞു സാറേ. അതൊക്കെ ഞങ്ങൾ അറിയാത്തതും കേൾക്കാത്തതുമായ കാര്യങ്ങളാണ്. എന്നാൽ പ്രകാശനും പ്രകാശൻ്റെ അമ്മയും പറഞ്ഞ ഈ കോടതി അറിയാത്ത പല കാര്യങ്ങളും എൻ്റെ 2 ഭാര്യമാരിൽ നിന്നും കോടതിക്ക് അറിയാൻ താല്പര്യം കാണും. വീണ്ടും വക്കീൽ പ്രകാശനോട് ചോദിക്കുകയാണ്, പ്രകാശന് എത്ര വയസ്സായി? 50 കഴിഞ്ഞു സാർ. അങ്ങനെ പറഞ്ഞാൽ പോരാ, കൃത്യമായ വയസ്സാണ് അറിയേണ്ടത്. സാറേ, 54ആയി. അപ്പോൾ വക്കീൽ, 54 വയസ്സ് പ്രായമുള്ള ഇനി മൂന്നാമതൊരു സ്ത്രീയെ തനിക്ക് വിവാഹം കഴിക്കണം. ഈ വിദ്വേഷിയായ ഒരാൾ ഒരു കല്യാണം പോലും കഴിക്കാൻ മടിക്കും. ആ സ്ഥാനത്താണ് 2 കഴിഞ്ഞ് മൂന്നാമത് കഴിക്കാൻ പോകുന്നത്. സാറേ, നമുക്ക് വാർദ്ധക്യ സമയത്ത്, വയസ്സാകുന്ന സമയത്ത് ഏതൊരു പുരുഷനും ആഗ്രഹിക്കും ഒരു സ്ത്രീയെ കൂട്ടിന് വേണമെന്ന്. അങ്ങനെ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ സാറേ എനിക്ക്. അതുകൊണ്ട് അതായത് വാർദ്ധക്യം മനസ്സിനെയും ശരീരത്തിനെയും കാർന്നു തിന്നുന്ന സമയത്ത് തണലായി ഒരു പെണ്ണ് വേണം. എന്നാൽ പെണ്ണുങ്ങളോട് വെറുപ്പുമാണ്. നിങ്ങൾക്ക് പ്രകാശൻ എന്ന പേര് ഇട്ടത് ആരാ? അമ്മയാണ് സാർ. ആ പേരിൻ്റെ ഒരു ഗതികേടേ. അതും പറഞ്ഞ് വക്കീൽ ചിരിക്കുകയാണ്. പിന്നെ വക്കീൽ ജഡ്ജിയോട് പറയാണ്, ഈ കേസുമായി ബന്ധപ്പെട്ട പ്രകാശൻ്റെ ഭാര്യയായ ദീപയെ എനിക്ക് വിസ്തരിക്കണം എന്നുണ്ട്. അത് കേട്ട് ജഡ്ജി പറയാണ്, യെസ്. CC 15/2024 കല്യാണി സദനത്തിൽ ദീപ കൂട്ടിൽ കയറിയ സമയത്ത് പ്രകാശൻ ചിന്തിക്കുകയാണ്, ഇവളെ കാര്യം കുഴപ്പമില്ല, കാര്യമായ കാര്യം അവിടെ ഇരിക്കുന്നതാണ് ഉള്ളത്. അവളിനി എന്തൊക്കെ പറയാൻ പോകുന്നു എന്തോ.
പ്രകാശൻ എന്നയാളെ നിങ്ങൾ വിവാഹം കഴിക്കുന്ന സമയത്ത് അയാൾ ആദ്യ വിവാഹം കഴിച്ചതാണെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല, അല്ലേ? എന്നാൽ വിവാഹത്തിന് ശേഷം എപ്പോഴെങ്കിലും ആ സത്യം അയാൾ ദീപയോട് വെളിപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ല സാർ, ഇയാൾക്കൊരു ആദ്യ ഭാര്യയുണ്ടെന്ന് ഞെട്ടലോടെയാണ് ഞാൻ അറിഞ്ഞത്. പ്രകാശൻ എന്നയാളുടെ കൂടെയുള്ള ജീവിതം അവസാനിപ്പിച്ചിട്ട് കല്യാണി എന്ന മകൾക്കും അവളുടെ ഭർത്താവ് കിരൺ എന്ന മരുമകനും ഒപ്പം ദീപ താമസിച്ചപ്പോൾ മരുമോൻ്റെ അച്ഛനുമായിട്ട് ഒരു അടുപ്പമുണ്ടെന്ന് ഉള്ള ഒരു ആരോപണമുണ്ട്. അത് കോടതിയിൽ ജയിക്കാൻ വേണ്ടിയും എന്നെ താറടിക്കാൻ വേണ്ടിയും മനഃപൂർവ്വം ഉണ്ടാക്കിയ കഥയാണ്. ശരിക്കും അയാൾക്കാണ് അങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. എന്നെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഒരു ഭാര്യ ഉണ്ടായിരുന്നതും ഇപ്പോൾ 2 ഭാര്യമാർ ഉണ്ടായിട്ടും മൂന്നാമതൊരാളെ തേടിപ്പോയതും അയാളാണ് സാർ. നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ബന്ധം വേർപെടുത്തി കഴിഞ്ഞു. അതിനുശേഷം എപ്പോഴെങ്കിലും പ്രകാശ് നിങ്ങളെ കാണാൻ വന്നിരുന്നോ? ഉണ്ട് സാർ, അയാളുടെ കല്യാണം വിളിക്കാൻ കാർഡുമായിട്ട് വന്നായിരുന്നു. 3-ാം ഭാര്യയാകാൻ പോകുന്നയാൾ സമ്പന്നയാണെന്നും രജിസ്റ്റർ ഓഫീസിൽ വെച്ച് വിവാഹം നടന്നതിന് ശേഷം 3 സ്റ്റാർ ഹോട്ടലിൽ വെച്ച് സദ്യയുണ്ടെന്നും അത് കഴിക്കാൻ വരണമെന്നും ഒക്കെ പറഞ്ഞു അയാൾ. പിന്നെ ഒരിക്കൽ അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോൾ ശരീരത്തിൽ കയറിക്കൂടിയ ഒരു മൂർഖൻ പാമ്പിനെ ഉടഞ്ഞു കളഞ്ഞു എന്നും അയാൾ പറഞ്ഞു. ദീപയ്ക്ക് പോകാം. പ്രകാശനോടൊപ്പം ജഡ്ജി ചോദിക്കാണ്, 2-ാം ഭാര്യ മൂർഖൻ, അപ്പോൾ ആദ്യ ഭാര്യ പെരുമ്പാമ്പായിരുന്നോ? കല്യാണം കഴിച്ച ആദ്യ ഭാര്യയ്ക്കും അവൾക്കൊരു കുട്ടിയുണ്ടായിട്ടും അപ്പോൾ ആ ആദ്യ ഭാര്യയ്ക്കും കുട്ടിക്കും ചെലവിന് കൊടുക്കാതെ ആ നാട്ടിൽ നിന്നും പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷയായിട്ട് വേറൊരു നാട്ടിൽ വന്ന് വേറൊരു കല്യാണം കഴിക്കുക, അത് തന്നെ സംബന്ധിച്ചിടത്തോളം വളരെ നിസ്സാരമായിരിക്കും. പക്ഷേ തൻ്റെ കുഞ്ഞിനെ പ്രസവിച്ച ആ ഭാര്യ, അവർക്ക് പിന്നീടുള്ള ജീവിതം അത്ര സുഖകരമായിരിക്കണമെന്നില്ല. ഇവിടെ പ്രധാന സാക്ഷിയായി വന്നിരിക്കുന്നത് പ്രകാശൻ്റെ ആദ്യ ഭാര്യയായിരിക്കുന്ന ലക്ഷ്മിയാണ്. ലക്ഷ്മി അമ്മയുടെ മൊഴിയെടുക്കുന്നതിന് മുമ്പ് ഒരാളെ കൂടി വിസ്തരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ആയിക്കോട്ടെ. CC 15/2024 കായൽവാരത്ത് പ്രകാശൻ മകൻ വിക്രമാദിത്യൻ. ചെല്ല് മോനെ ചെല്ല്, ചെന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അച്ഛനെ രക്ഷിക്കാൻ നോക്ക്, അമ്മമ്മ പറയാ. ചെല്ലുടാ ചെല്ല് മോനെ. പിന്നെ വിക്രമിനോട് വക്കീൽ ചോദിക്കുകയാണ്, ഇപ്പോൾ നിലവിൽ തൻ്റെ പേരിൽ എത്ര കേസുണ്ട്? അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല സാറേ. അച്ഛൻ്റെ കല്യാണമൊക്കെ നടത്തി കൊടുക്കാൻ പോവാ അല്ലേ? വയസ്സാം കാലത്ത് അച്ഛന് ഒരു ആശ്രയമൊക്കെ വേണ്ടേ സാറേ? വയസ്സാം കാലത്ത് അച്ഛനമ്മമാർ മക്കളെ ആശ്രയിച്ചാണ് ജീവിക്കാറ്, പ്രത്യേകിച്ച് ആൺമക്കളെ. ആ കാലമൊക്കെ മായ്ച്ചു കളഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ ഇപ്പോഴത്തെ തലമുറ. എങ്കിലും അച്ഛനമ്മമാരുടെ നന്മയെ കരുതി പങ്കാളികളിൽ ആരെങ്കിലും ഒരാൾ മരിക്കുകയാണെങ്കിൽ പല മക്കളും ജീവിച്ചിരിക്കുന്നവർക്ക് തുണയായിരിക്കും. എന്നിട്ട് അവർക്കൊരു ഇണയെ കണ്ടെത്തി കൊടുക്കുക. അതിൽ തെറ്റ് പറയാൻ പറ്റില്ല. പക്ഷേ ഇവിടെ അതല്ല സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ ഇയാളുടെ ആദ്യ ഭാര്യയും 2-ാം ഭാര്യയും ജീവിച്ചിരിക്കുകയാണ് മൂന്നാമതും ഒരിണയെ തേടി പ്രകാശൻ പോയിരിക്കുന്നത്. അതും സ്വന്തം മോൻ്റെയും അമ്മയുടെയും അനുഗ്രഹ ആശംസകളോടെ. അല്ലേ വിക്രമാദിത്യ? ഇല്ല, അച്ഛനെ അന്ന് രജിസ്റ്റർ ഓഫീസിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് അപ്പോഴാ ഞാൻ അറിഞ്ഞത്. ആ സമയത്ത് വിക്രമാദിത്യൻ്റെ അച്ഛൻ ഒരു വൃത്തികെട്ടവനാണെന്ന് വിക്രമാദിത്യന് തോന്നുന്നുണ്ടോ? ആ സ്വന്തം അമ്മ വഴിവിട്ട് ജീവിക്കുന്ന ഒരാളാണെന്ന് കുടുംബ കോടതിയിൽ വിക്രമാദിത്യൻ മൊഴി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ സ്വന്തം അമ്മയെ വേദനിപ്പിച്ച മോന് തൻ്റെ അച്ഛൻ്റെ ദുർനടപ്പിൽ ഒരു ബുദ്ധിമുട്ടും തോന്നിയില്ലേ? സാറേ, എൻ്റെ അച്ഛൻ നല്ലവനാ. അതുകൊണ്ട് തന്നെ അച്ഛൻ സ്നേഹിക്കുന്നവരെ ആരെയും വിട്ടുകളയാറില്ല. അമ്മയുടെ ഉദരത്തിൽ കിടക്കുന്ന ഒരു മകൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അമ്മയ്ക്ക് വിഷം കൊടുത്ത് അതിനെ കൊല്ലാൻ നോക്കിയത്? പോട്ടെ, ആ കുഞ്ഞ് സംസാരശേഷിയില്ലാതെ ജനിച്ചപ്പോൾ അതിനെ പലതവണ കൊല്ലാൻ നോക്കിയത് എന്തിനാണ്? അവളെ കാണുമ്പോൾ മുഖം തിരിച്ചു പോയത് എന്തിനാണ്? ജീവിച്ചിരിക്കുന്ന മകൾക്ക് പിണ്ടം വെച്ചത് എന്തിനാണ്? സാറേ, അതെൻ്റെ അച്ഛനെ കൊടുക്കാൻ വേണ്ടി കെട്ടിച്ചമച്ച കഥകളാ. ആ കഥകൾ പലതും തെളിവ് സഹിതം കോടതിയുടെ മുമ്പിലുണ്ട്. അതിൻ്റെയൊക്കെ വിശാലമായ ഒരു ഫയലും കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. പിന്നെ അച്ഛനെ വെറുതെ വെള്ളപൂശാൻ ശ്രമിക്കണ്ട. അച്ഛനേക്കാൾ മുന്നേ സഞ്ചരിച്ച മോനാണ് താൻ. യുവർ ഓണർ, ആദ്യം സോണി എന്ന് പറയുന്ന പെൺകുട്ടിയെ ചതിയിലൂടെ വിവാഹം കഴിച്ചു. ആ ബന്ധം ഒഴിഞ്ഞതിന് ശേഷം ഡോക്ടർ സ്വാതി എന്ന് പറയുന്ന പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. കല്യാണം കഴിക്കാൻ പുറകെ നടന്നു. അവിടെ ഇയാൾ കബളിക്കപ്പെട്ടു.
അതിനുശേഷമാണ് ഒരു മോഷണ ശ്രമത്തിന് ശേഷം കോടതി വെറുതെ വിട്ട ഇയാളെ ശരണ്യ എന്ന് പറഞ്ഞ പെൺകുട്ടി വിവാഹം കഴിച്ചത്. അത് മിടുക്കിയായ ഒരു പെൺകുട്ടിയുടെ പ്രതികാരമായിരുന്നു. ആ പെൺകുട്ടിയോട് ഇയാൾ ചെയ്തതെന്തെന്ന് കോടതിക്ക് അറിയാം. അതിൻ്റെ വിശദമായ രേഖകൾ കോടതിക്ക് മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അച്ഛന് മുമ്പ് സഞ്ചരിച്ച മകനാണെന്ന് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ അച്ഛൻ്റെ മൂന്നാം കെട്ട് കഴിഞ്ഞാൽ മോൻ്റെയും മൂന്നാം കെട്ട് നടക്കും. നടക്കത്തില്ലേടോ? വിക്രമിനോട് ചോദിക്കുക. ക്രൂരമായ വാക്കുകൾ പറഞ്ഞ് തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ച് മക്കൾക്ക് അമ്മയെ കരയിക്കാം. ആരെന്ത് പറഞ്ഞാലും മക്കൾ പറയുന്ന വാക്കുകൾ അമ്മമാരുടെ ചങ്കിലാണ് കൊള്ളുന്നത്. നീ ചെയ്ത ക്രിമിനൽ കുറ്റങ്ങൾക്ക് വളരെ വളരെ മുകളിലാണ് നിന്റെ അമ്മയെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ. അതിന് നീ പിഴ കൊടുക്കേണ്ടി വരും ജീവിതത്തിൽ എന്നെങ്കിലും. വിക്രത്തിന് പോകാം. ഇനിയാണ് പരാതിക്കാരുടെ മൊഴിയെടുക്കേണ്ടത്. ലക്ഷ്മി അമ്മയ്ക്ക് കോടതി മുമ്പാകെ ഉള്ള സത്യങ്ങൾ വിളിച്ചു പറയാനുണ്ട് യോഗ്യത. ഇന്ന് സമയം വൈകിപ്പോയി ജഡ്ജി പറയാ. ഈ കേസിലെ പ്രധാന സാക്ഷിയുടെ മൊഴിയും തുടർവാദവും വരുന്ന 9-ാം തീയതി കേൾക്കുന്നതാണ്. അപ്പോൾ പ്രകാശൻ മനസ്സിൽ ചിന്തിക്കുകയാണ്, കുറച്ച് ദിവസത്തേക്ക് രക്ഷപ്പെട്ടു. പിന്നെ ഓരോരുത്തരായി എഴുന്നേറ്റ് പോവാണ്. അമ്മൂമ്മയും മകനും അവിടെ ഇരുന്നിട്ട് സംസാരിക്കുകയാണ്. അല്ല, ഇങ്ങനെയൊക്കെയാണോടാ കോടതി? ഇനിയിപ്പോൾ അവളും കൂടി മൊഴി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിൻ്റെ അച്ഛനെ നമ്മൾ ജയിലിൽ പോയി കാണേണ്ടി വരുമോ? പ്രകാശൻ വക്കീലിൻ്റെ അടുത്ത് പോയിട്ട് പറയാണ്, എന്താ വക്കീലേ, താൻ വാ. പിന്നെ ലക്ഷ്മിയും വക്കീലും മറ്റുള്ളവരൊക്കെ ഇറങ്ങി വരികയാണ്. അപ്പോൾ ലക്ഷ്മി അമ്മ പറയാണ്, എന്നെ ഇന്ന് വിസ്തരിക്കുമെന്നാണ് കരുതിയത്, പക്ഷേ അത് നടന്നില്ല. അതിൻ്റെ ആശ്വാസം പ്രകാശൻ്റെ മുഖത്ത് ഒരുപാടുണ്ട്. അപ്പോൾ ലക്ഷ്മി അമ്മ പറയാണ്, അതുകൊണ്ട് കാര്യമില്ലല്ലോ, അടുത്ത കോടതി കൂടുമ്പോൾ എൻ്റെ മൊഴിയായിരിക്കും കോടതി എടുക്കുന്നത്. അതിൽ അവനെ തൊലി ഉരിച്ച് നിർത്താൻ എനിക്കറിയാം. ഈ കേസിൽ അയാൾ ശിക്ഷിക്കപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം തെളിവുകളെല്ലാം അയാൾക്കെതിരാണ്. അതുകൊണ്ട് കോടതിയിൽ നിന്നും പരമാവധി ശിക്ഷ ഞാൻ അയാൾക്ക് വാങ്ങിച്ചു കൊടുത്തിരിക്കും. ശിക്ഷയൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ വരട്ടെ, ലക്ഷ്മി പറയാം. അവൻ പുറത്തു നിൽക്കേണ്ടത് ഞങ്ങളുടെയൊക്കെ ആവശ്യമാണ്. അതെന്താ അങ്ങനെ? കുറച്ചുകൂടെ സംസാരിക്കാനുണ്ട് വക്കീലിനോട്. അപ്പോൾ കാര്യങ്ങൾ വിശദമായിട്ട് പറയാം. അപ്പോൾ ലക്ഷ്മി പറയാണ്, ഇനി ഇവിടെ നിന്നാൽ ശരിയാവത്തില്ല, നിങ്ങൾ സംസാരിക്കുക. അപ്പോഴാണ് പ്രകാശനും അവൻ്റെ അമ്മയും മകനും ഒക്കെ വക്കീലും ഒക്കെ ആയിട്ട് അങ്ങനെ ഇങ്ങോട്ടേക്ക് വരുന്നത്. അത് കണ്ടിട്ടാണ് ലക്ഷ്മി പറഞ്ഞത്, ഞാനിപ്പോൾ ഇവിടെ നിന്ന് സംസാരിച്ചാൽ ശരിയാവില്ല, നിങ്ങൾ സംസാരിക്കുക എന്ന് പറഞ്ഞു പോവാണ്. അപ്പോൾ ലക്ഷ്മി, അതായത് പ്രകാശൻ്റെ അമ്മ പറയാണ്, എടാ ഓടിപ്പോയിട്ട് അവിടെ കാലൊന്ന് പിടിക്കടാ. അപ്പോൾ പ്രകാശൻ, ഇനി കാല് പിടിച്ചിട്ടൊന്നൊരു കാര്യമില്ല, അത് തുരക്കാനായിട്ട് വന്നിരിക്കുകയാണല്ലോ കുറേ എണ്ണം. അവളുടെ മനസ്സിനകത്ത് വിഷം കുത്തി നിറച്ചിരിക്കുക. അത് കേട്ട് പോകുന്ന വഴിക്കുന്ന് കിരണും കല്യാണിയും അവളുടെ അമ്മയൊക്കെ അവിടെ നിൽക്കുകയാണ്. പ്രകാശൻ ദീപയോട് പോയി ചോദിക്കുകയാണ്, നീ ആയിട്ടുള്ള ബന്ധം പിരിഞ്ഞതിന് നീ എന്നോട് പ്രതികാരം ചെയ്യാണല്ലേ? അങ്ങനെയെങ്കിൽ അങ്ങനെ തന്നെ. ഇല്ലാത്ത ബന്ധങ്ങൾ എനിക്കുണ്ടെന്ന് നിങ്ങൾ കുടുംബകോടതിയിൽ പറഞ്ഞില്ലേ? എന്നെക്കൊണ്ട് പറയിച്ചില്ലേ? ഇപ്പോൾ ആർക്കാ ബന്ധമുള്ളതെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. എന്നെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഒരു ഭാര്യയുണ്ടെന്ന് പറഞ്ഞില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ മൂന്നാമതൊരു കല്യാണം കഴിക്കാൻ പോവുകയും ചെയ്തു. എന്ന് വെച്ചാൽ ഈ പ്രായത്തിലും നിങ്ങൾക്കാണ് വിവാഹവും ദാമ്പത്യവും ഒക്കെ വേണ്ടത്. എന്നിട്ട് എന്നെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് കുറ്റക്കാരിയായി ചിത്രീകരിക്കുന്നു. അപ്പോഴാണ് അമ്മ പറയുന്നത്, നീയൊന്നും ശരിയല്ലടി. കിരൺ ചോദിക്കുകയാണ്, പിന്നെ ആരാണ് ശരി? 2 കല്യാണം കഴിച്ചിട്ട് മൂന്നാമതൊരാളെ തേടിപ്പോയ ഇയാളോ? 3-ാം ഭാര്യയാകാൻ പോകുന്ന ആ വിവരദോഷിയെ നമുക്കൊന്ന് കണ്ടെത്തണം കിരണേട്ടാ. അപ്പോൾ വിക്രം, കണ്ടെത്തടി, നീ കണ്ടെത്ത്. എന്നിട്ട് നീയും ഇവനുമൊക്കെ ആ ബന്ധം അങ്ങ് തകർത്തുകളാ. ആ സ്വന്തം അമ്മയെപ്പറ്റി അനാവശ്യം പറഞ്ഞവരാണ് നീ. അതിനുള്ള ശിക്ഷ നിനക്ക് കിട്ടിയിട്ടില്ല. എൻ്റെ കാലെ പിടിച്ച് നിലത്തടിക്കേണ്ട സമയം കഴിഞ്ഞു. പിന്നെ ചെയ്തോക്കടാ, ചെയ്യടാ. അച്ഛനും മകനും പറയാണ്, ചെയ്യടാ, ചെയ്. എനിക്ക് മടിയൊന്നുമില്ല, കാണണോ? അപ്പോഴാണ് വക്കീൽ പറഞ്ഞത്, സാറ് പോവാൻ നോക്ക്. എന്താ ഇത്? ആശം വീണ്ടും പറയാണ്, വേണമെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് തല്ലിത്തീർക്കാം, വാടാ. തല്ലിത്തുടങ്ങിയാൽ അച്ഛനും മോനും പിന്നെ നിന്ന് കൊള്ളേണ്ടി വരും. അതൊക്കെ പണ്ട്. ഇപ്പം നിൻ്റെ തന്തയുണ്ടല്ലോ ചന്ദ്രസേനൻ, അയാൾക്കുള്ളതിനേക്കാൾ സ്വത്തുണ്ടടാ എനിക്കും ഇറക്കാൻ പറ്റും അയാളെക്കാൾ ഗുണ്ടകളെയൊക്കെ. അയ്യോ. അപ്പോൾ കല്യാണി പറയാണ്, ഇങ്ങനെയുള്ള നിങ്ങളുടെ മുമ്പിൽ ആ അച്ഛൻ വന്നാൽ മുട്ടിടിക്കാതെ നിൽക്കാൻ പറ്റുമോ? അപ്പോൾ വിക്രം, അല്ല അയാളാരാ? ഈ നാട് ഭരിക്കുന്ന മന്ത്രിയോ അതോ രാജാവോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞങ്ങൾക്കിപ്പോൾ പണമുണ്ട്, സ്വാധീനമുണ്ട്. അച്ഛൻ കല്യാണം കഴിക്കാൻ പോകുന്ന ലക്ഷ്മി അമ്മയോട്
ഏതാണ്ടൊക്കെ പറയണമെന്ന് നിങ്ങൾ പോയി പറഞ്ഞായിരുന്നല്ലോ. എന്ത് വേണമെങ്കിലും നിങ്ങൾ പറഞ്ഞോ. പക്ഷേ കാർത്തിക ചേച്ചിയും അവരുടെ അമ്മയും ഒരുത്തൻ്റെയും വാക്ക് കേൾക്കാൻ പോകുന്നില്ല. ഇയാളും നീയും എൻ്റെ അമ്മയെ മോശക്കാരിയായിട്ട് ചിത്രീകരിച്ചില്ലേ കല്യാണി പറയാം. ഇപ്പോൾ ഇയാളുടെ ചരിത്രം അറിഞ്ഞിട്ട് നിനക്ക് ഒരു പ്രശ്നമില്ലേ അല്ലേടാ? പ്രശ്നമില്ല. എനിക്ക് വേണ്ടി ജീവിക്കുന്നത് എൻ്റെ അച്ഛനും അമ്മൂമ്മയുമാണ്. അതുകൊണ്ട് അവരെന്ത് ചെയ്താലും ഞാനത് കാര്യമായിട്ട് എടുക്കത്തില്ല. എന്നാലേ ഈ നിൽക്കുന്ന നിൻ്റെ അമ്മയുണ്ടല്ലോ, നിൻ്റെ മാത്രം അമ്മ, ഇപ്പോൾ സ്വന്തം സുഖവും സന്തോഷവും മാത്രം മുന്നിൽ കണ്ട് ജീവിക്കുന്നവരാ. അതുകൊണ്ട് തന്നെ എനിക്കിവരോട് വെറുപ്പാ. നിർത്തടാ, കിരൺ പറയാണ്. എടോ, മര്യാദയ്ക്ക് ഇവരെ വിളിച്ചുകൊണ്ട് പോകാൻ നോക്ക്. ഇല്ലെങ്കിൽ നീ എന്തു ചെയ്യും? എന്തു ചെയ്യടാ? വേണ്ട സാർ, വിട്ടേക്ക്. അപ്പോൾ അമ്മമ്മ പറയാണ്, നിൻ്റെയൊക്കെ അധപ്പതനം തുടങ്ങി. അതിനുവേണ്ടി സകല ദൈവങ്ങളെയും വിളിച്ച് ഞാൻ പ്രാർത്ഥിക്കാം. ആ ദൈവങ്ങൾ അമ്മമ്മയുടെയും കൊച്ചുമോൻ്റെയും പ്രാർത്ഥന കേൾക്കുന്നെങ്കിൽ കേട്ടോട്ടെ. ദീപ പറയാം, ഞങ്ങളെ ശിക്ഷിച്ചോട്ടെ. നിന്നെയൊക്കെ ശിക്ഷിക്കൊടി. ബന്ധം പിരിഞ്ഞു കഴിഞ്ഞപ്പോൾ താലിമാല എടുത്ത് എൻ്റെ മുഖത്ത് വലിച്ചെറിഞ്ഞു. ഇപ്പം ഞാൻ പുതിയൊരു കല്യാണം കഴിക്കാമെന്ന് തീരുമാനിച്ചപ്പോൾ എന്നെ കലക്കാൻ നിൽക്കുവാണ് നീയൊക്കെ. വിക്രം പറയാ, നോക്കിയിരുന്നോ പഴയ സരയു കൺസ്ട്രക്ഷൻ, ഇപ്പോഴത്തെ RS കൺസ്ട്രക്ഷൻ. അത് പൂട്ടിക്കെട്ടിയില്ലെങ്കിൽ എൻ്റെ പേര് മാറ്റിക്കോ. ദേ ഇവളും ഇവനും ഇനി ആ കമ്പനിയുടെ ശനിദശയാണ്. അവസാനം ഇയാൾക്കും ഇവക്കും നിങ്ങളൊരു ബാധ്യതയായി തീരുകയും ചെയ്യും. എന്നാൽ ഇയാൾക്കും ഇയാളുടെ അമ്മയ്ക്കും ബാധ്യതയാവാൻ പോകുന്നത് നീയായിരിക്കും. അവസാനം അച്ഛന് തന്നെ മോനെ കൊല്ലേണ്ടി വരും. കല്യാണിയുടെ ആ വാക്ക് കേട്ട് അച്ഛനും മോനും ഞെട്ടുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പം അടുത്ത പുതിയ വിശേഷമായിട്ട് ഞാൻ ഉടൻ വരുന്നതാണ്. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പം അടുത്ത പുതിയ വിശേഷമായിട്ട് വരുന്നവരേക്കും സീ യു ഓൾ.